ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കുക്കർ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഈ ടെഫാലിൻ്റെ കുക്കർ. ഇത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ സാധാരണ കുക്കറിൽ നിന്ന്. ഇതിന് വിസിലിന് വലിയ സൗണ്ടില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ നമ്മുടെ വിസിൽ കേട്ടിട്ട് ഞെട്ടി എഴുന്നേക്കാറില്ലേ, ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സൗണ്ട് കുറവാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വെയിറ്റ് കണ്ടോ. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്. അവിടെ ആ വെളുത്ത അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ തുറക്കാം, റൈറ്റിലേക്ക് തിരിച്ചാൽ അടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വാൽവ് ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ടാപ്പിൻ്റെ കീഴിൽ കാണിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇത് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേവ് കൂടുതലുള്ള ഇറച്ചി പോലെയുള്ള വേവിക്കാൻ, ഇത് പച്ചക്കറി വേവിക്കാൻ. ഇത് ഇവിടെ കാണുന്നത് നമ്മുടെ പ്രഷർ പോകാൻ വേണ്ടി കണ്ടോ, പ്രഷർ പോകാൻ വേണ്ടി ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ വെളുത്ത ഇൻഡിക്കേറ്ററിൻ്റെ നേരെ ഈ അടയാളങ്ങൾ മാറ്റി വെച്ചാൽ മതി. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് നമുക്കത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആവും കേട്ടോ. ഈ വൈറ്റ് വര കണ്ടില്ല, ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. നമുക്ക് വേവ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി തുറക്കുന്നത് നോക്കാം. ഇങ്ങനെ ആ പച്ച ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ തുറക്കാം. അതുപോലെ തന്നെ തിരിച്ച് ലോക്കാവും. വെറുതെ തിരിച്ചാൽ മതി, അത് ലോക്കാവും. സൗണ്ടോടുകൂടി ലോക്കാവും. ആ സൗണ്ട് കിട്ടുമല്ലോ. ഇത് 4 ലിറ്ററിൻ്റെ ചെറിയ കുക്കറാണ്. പിന്നെ ഇതിൻ്റെ കണ്ടോ ഇതാണ് അതിൻ്റെ ഗ്യാസ്കറ്റ്. പിന്നെ ഇതിന് അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മാക്സിമം ലെവൽ അതാണ്. അതിൻ്റെ മുകളിൽ പോകരുത്. ഇത് മീഡിയം, ഇത് മിനിമം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാം. ഞാൻ ഇതിനകത്ത് വേണ്ടിയിട്ട് പിന്നെ വെജിറ്റബിൾ ചേർത്ത് ചോറ്, വെളുത്ത അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അധികം വേവ് ഇല്ലാത്ത അരിയാണ് നല്ലത്. ഞാനൊരു 2 കപ്പ് അരി എടുത്തിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഈ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം കേട്ടോ. ഞാൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, ഒരു സവോള ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി ഏതാണോ അതൊക്കെ എടുക്കാം. പിന്നെ 2-3 ഏലയ്ക്ക, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു. ഇനി നമുക്ക് കുക്കർ ചൂടാകുമ്പോഴത്തേക്കും 2 സ്പൂൺ എണ്ണ, ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്ന. ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് അറിയാമല്ലോ, ഇതിനകത്ത് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ ഇത് ചൂടായി കഴിയുമ്പം സവോള, അതുപോലെ തന്നെ നമ്മുടെ പട്ട എല്ലാം ചേർക്കണം. പിന്നെ അത് സവോളയൊക്കെ ഒന്ന് അധികം വഴറ്റേണ്ട, ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ, പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് കറി വയ്ക്കാനൊന്നും ഇല്ലാത്തപ്പം, അല്ലെങ്കിൽ സമയമില്ലാത്തപ്പോഴൊക്കെ കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. ടിഫിനിൽ കൊടുത്തു വിടാൻ. പ്രത്യേകിച്ച് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ. പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് ഈസി ആയിട്ട് കഴിച്ചോളും. നമുക്ക് നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കുകയും ചെയ്യാം. പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെന്താ, പച്ചപ്പട്ടാണി നല്ലതാണ്. അതൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടും ചേർക്കുന്നതാണ്. 2 മുളകേ ചേർത്തുള്ളൂ. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുത്തു, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായി. ഇങ്ങനെ കൊടുത്താൽ അവർ തിന്നോളും. ക്യാപ്സിക്കത്തിൻ്റെ മഞ്ഞയും ഉണ്ടായിരുന്നു, റെഡും ഉണ്ടായിരുന്നു. അത് 2 ഇട്ട് കൊടുത്തു. അതൊന്ന് പതുക്കെ വാടി കഴിയുമ്പോൾ ഇനി നമ്മുടെ തക്കാളി, 2 മീഡിയം സൈസ് തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്പൂൺ നാരങ്ങ നീരൊക്കെ ചേർക്കാം കേട്ടോ ലാസ്റ്റ്. അത് വേണമെങ്കിൽ വേണമെങ്കിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം കളറുണ്ടല്ലോ. പിന്നെ ഇത് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ അരി കഴുകി വാരി വെള്ളമൊക്കെ പോയത് അതിനൊന്ന് എടുത്തിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി, ഒന്ന് വറക്കണ്ട, ഇച്ചിരി നേരം ഒന്ന് ഇളക്കി 2 മിനിറ്റ് നേരം വഴറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇത് കുതിർന്ന അരി ആയതുകൊണ്ട് ഞാൻ 2 കപ്പിന് 3 കപ്പ് ഇത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുതിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 4 കപ്പ് ഒഴിക്കണം കേട്ടോ, നല്ല വേവുള്ളൂ. വേണമെങ്കിൽ ബിരിയാണി അരി എടുക്കാം കേട്ടോ. സാധാരണ വെളുത്ത അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്തിരി അല്പം ഉപ്പും കൂടെ, ഉപ്പ് 1/2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് ചോറല്ലേ വയ്ക്കുന്നുള്ളൂ.
ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കുക. അറിയാമല്ലോ നമുക്ക് ഇതിനൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഇത്തിരി മുന്നിൽ നിൽക്കണം, ചോറ് വേകുമ്പോൾ ഉപ്പ് പാകാവാൻ വേണ്ടി. അപ്പോൾ അടച്ചു കൊടുക്കുവാണ്. അടച്ചു കൊടുത്തിട്ട് തീ നമുക്ക് മീഡിയം മതി കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് തിരിച്ചിത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒത്തിരി വേവില്ലാത്ത അരിയല്ലേ, അതുകൊണ്ട് നമ്മൾ ആ പച്ചക്കറി വേവുന്ന അതിലേക്ക് ആ ഓപ്ഷനിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ ചോറൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിലെന്ന് അതിൻ്റെ കമൻറ്റുകളൊന്ന് പറയണേ. ഇവിടെ കണ്ടോ, ഈ വാൽവ് കാണുന്നുണ്ടോ, അവിടെ ഇപ്പോൾ പതുക്കെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല, ആവി വരുന്നുണ്ട്. ഇനി അത് ആവി വന്നിട്ട് അവിടെ റെഡ് കളറാവും കേട്ടോ. റെഡ് കളറാകുമ്പം അവിടെ അടഞ്ഞിട്ട് നടുക്കത്തെ അതിൽ ആവി വന്നു തുടങ്ങും. കണ്ടോ, റെഡ് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആവി നിന്നു. ആ വെയിറ്റിൻ്റെ അവിടെ നിന്ന് ആവി വരുന്നുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, വെന്ത് തുടങ്ങി. അപ്പോൾ വിസിൽ ഒന്ന് കേട്ട് ഒരു വിസിൽ, അതായത് ഇതിന് തുടർച്ചയായിട്ടാണ് കേട്ട് കേൾക്കുന്നത്, അല്ലാതെ ഓരോ വിസിൽ ഇതിന് കേൾക്കാറില്ല. തുടർച്ചയായിട്ട് ചെറിയ വിസിൽ കേൾക്കുള്ളൂ. ഇനിയിപ്പോൾ 2-3 തവണയൊക്കെ വെക്കുമ്പോഴേ നമുക്ക്, അത് ഏത് കുക്കറാണെങ്കിലും 2-3 തവണ വെക്കുമ്പോഴേ നമുക്ക് ശരിക്കത് ആകുള്ളൂ, അതറിയാമല്ലോ. ഇതാണ് ഇതിൻ്റെ വിസിൽ. അപ്പോൾ ഞാനിനിയിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തുറക്കണമെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് തിരിച്ചാൽ മതി, ആവി പുറത്ത് പൊക്കോളും. ഞാനിത് അതിൻ്റെ പ്രഷർ കളയാൻ പോവാണേ. പ്രഷർ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, ഒട്ടും വെന്ത് പോയിട്ടില്ല. കണ്ടോ, നല്ല കളർഫുള്ളാണ്. കുട്ടികൾക്ക് ഇത് കണ്ടാൽ ഇഷ്ടപ്പെടും. നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.